ജർമ്മനിയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ജർമ്മനിയിലെ ബെർലിനിൽ മാവേലിക്കര സ്വദേശിയായ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. തട്ടാരമ്പലം പൊന്നേലയിൽ പരേതനായ ഡാനിയലിന്റെയും ലില്ലി ഡാനിയലിന്റെയും മകൻ ബിജുമോൻ എന്ന് വിളിക്കുന്ന ആദം ജോസഫാണ് ജർമ്മനിയിൽ കുത്തേറ്റ് മരിച്ചത്. 30 വയസ്സായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ ബെർലിൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബെർലിനിൽ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ MSc കമ്പ്യൂട്ടർ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കുകയായിരുന്നു ആദം. പാർട്ട് ടൈമായി ഡെലിവറി ജോലിയും ചെയ്തിരുന്നു. ഈ മാസം 1-ാം തീയതി മുതലാണ് ആദത്തെ കാണാതായത്. 30-ന് വൈകിട്ട് 3 മണിക്കാണ് ആദം അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. 1-ന് പുലർച്ചെ 2 മണി വരെ ഇയാളുടെ ഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇത് സംബന്ധിച്ച് കൂടെ താമസിച്ചിരുന്നവർ ബെർലിൻ പോലീസിൽ പരാതി നൽകി. പിന്നീട് ബന്ധുക്കൾ എംബസി മുഖേന പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ താമസിച്ചിരുന്ന വീട്ടിൽ പരിശോധന നടത്തുകയും വീട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ 2-ാം തീയതി നീഗ്രോ വംശജനായ യുവാവ് ഇയാളെ കൊലപ്പെടുത്തിയെന്ന് അറിയിച്ച് ബെർലിൻ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. കൊലപാതകയുടെ വീട്ടിൽ നിന്ന് തന്നെ ആദത്തിന്റെ മൃതദേഹവും കണ്ടെത്തി. സ്വയരക്ഷയ്ക്കാണ് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞാണ് കൊലപാതകി അഭിഭാഷകൻ മുഖേന ഹാജരായത്. എന്നാൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ കൂട്ടാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മൃതദേഹത്തിൽ നിരവധി കുത്തേറ്റ പാടുകളുണ്ട്. കൊലപാതകം നടത്താനുള്ള കാരണം വ്യക്തമല്ല. ബഹ്റിനിൽ ഡിഫൻസ് വകുപ്പിൽ ഫാർമസിസ്റ്റ് ജോലി ചെയ്തിരുന്ന ലില്ലി ഇന്ന് നാട്ടിലെത്തും. ഇവരുടെ സഹോദരിയുടെ തട്ടാരമ്പലത്തിലെ വീട്ടിൽ ആദം താമസിച്ചിരുന്നത്. മറ്റം സെന്റ് ജോൺസിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 15 മാസം മുമ്പാണ് ആദം പഠനത്തിനായി ജർമ്മനിയിലെത്തിയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. അനുജൻ ഡാനിയൽ BSc വിദ്യാർത്ഥിയാണ്. പാർട്ട് ടൈമായി ഡെലിവറി ജോലി ചെയ്തിരുന്ന ആദത്തിന് കഴിഞ്ഞ 28-ന് വലിയൊരു തുക ടിപ്പ് ലഭിച്ചിരുന്നു. 500 യൂറോ കിട്ടിയ വിവരം ആദം കൂട്ടുകാരെയും നാട്ടിലെ ബന്ധുക്കളെയും അറിയിച്ചിരുന്നു. അസാധാരണമായി ഈ സംഭവം ആദത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ബന്ധുക്കൾ.